യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഈ ഒരു ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഒത്തിരി പ്രതികൂലമായ കാലാവസ്ഥയും നിൽക്കാതെയുള്ള മഴയും നമ്മുടെ ചുറ്റുമുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇത്രയും പേര് ഒരു റിസ്ക് എടുത്ത് ത്യാഗത്തോടെ വരാൻ മനസ്സ് കാണിച്ചതിന് ആദ്യമേ തന്നെ നന്ദിയും പ്രാർത്ഥനയും ദൈവനാമത്തിലുള്ള ബഹുമാനവും നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമുക്ക് സുഖമായി വീട്ടിലിരിക്കായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത്രയും ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് പോകണ്ട, പിന്നെ ഒരിക്കലാകട്ടെ, ഇത്രയും മഴയുള്ളപ്പോൾ പോണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. നിങ്ങളും ചിലപ്പോൾ മടിച്ചിട്ടുണ്ടാകും. പക്ഷെ ദൈവത്തെ അറിയാനും ദൈവവചനം കേൾക്കാനും നമ്മളെടുക്കുന്ന ചെറിയ ശ്രമങ്ങൾ പോലും ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. ചെറിയ കാര്യം പോലും, ആ ചെറിയ കാര്യത്തെ പോലും നല്ല മനസ്സോടെ ദൈവം നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു നന്മയ്ക്ക് കാരണമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഒരാമുഖം പോലെ പറയുകയാണ്. ബൈബിളിൽ ലിസ്ത്ര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അപ്പസ്തോലൻ പോകുമ്പോൾ ഒരാൾ ജന്മനാ നടക്കാൻ പറ്റാത്ത, കാലുകൾ സ്വാധീനമില്ലാത്ത, മാംസവും മജ്ജയും ഒന്നും സാധാരണ മനുഷ്യൻ്റേതുപോലെ ഇല്ലാത്ത ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. ജന്മന എഴുന്നേക്കാൻ പറ്റാത്ത ആളാണ്. നമ്മളെ പോലുള്ള ആരോഗ്യം ആ വ്യക്തിയുടെ കാലിലില്ല. അപ്പോൾ ഈ അപ്പസ്തോലൻ ആ വ്യക്തിയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുവാണ്, പ്രവാചക നോക്കൂ, ആ വ്യക്തിയുടെ രണ്ട് കാലും ഈർക്കിളി പോലെ ആയിരിക്കുന്നത്, എന്തിനാ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത്? ആ ആൾ വർഷങ്ങളായി ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കാലുകൾ, നാഡീ ഞരമ്പുകളൊക്കെ ബലഹീനമാണ്. ഇത് കേട്ട വ്യക്തി, ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്, ഇത് അപ്പസ്തോലൻ്റെ നാവിൽ നിന്ന് നീ എഴുന്നേറ്റ് നിൽക്കും, എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ കേട്ടപ്പോൾ ആ വ്യക്തി ചിലപ്പം ആ ഇരുന്ന സ്ഥലത്തു നിന്ന് നമ്മളൊക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു കുഞ്ഞ് ശ്രമം നടത്തി കാണും. ഒന്ന് എഴുന്നേക്കാൻ, കാലിന് വണ്ണമൊന്നുമില്ല, വർഷങ്ങളായി ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്. പക്ഷെ ആ വാക്ക് കേട്ടപ്പോൾ ആ വാക്കിനെ അനുസരിച്ചൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു കാണും. ആ ശ്രമത്തെ പോലും ദൈവം അംഗീകരിച്ചതിൻ്റെ അടയാളമാണ് ആ വ്യക്തി എഴുന്നേറ്റ് കുതിച്ചു എന്നാണ്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടെടുക്കുന്ന ചില ചെറിയ ത്യാഗമുണ്ട്. അതിനെ പോലും ദൈവം വിലയുള്ളതായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദേവാലയത്തിനകത്ത് ഒരുപാട് ആളുകൾ വലിയ പൈസകൾ, വലിയ നോട്ടുകൾ നേർച്ചപ്പെട്ടിക്കൊണ്ട് ഇടുവാണ്. ആ പള്ളിയിലെ വലിയ വലിയ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വലിയ കാശ് തരുന്നവരെയും വലിയ സംഭാവന നൽകിയവരെയും ഒക്കെ കണ്ടു കാണും. പക്ഷെ ഒരു സ്ത്രീ തൻ്റെ പേഴ്സ് തുറന്നിട്ട് അധികം വിലയൊന്നുമില്ലാത്ത ഒരു ചെമ്പ് നാണയം അതിനകത്ത് കൊണ്ടുപോയി ആരും കാണാതെ കൊണ്ടുപോയി. യേശു വലിയ ആളുകൾ തരുന്ന വലിയ ഡൊണേഷൻ ശ്രദ്ധിച്ചു എന്ന് പറയുന്നില്ല. പക്ഷെ ആ വ്യക്തി ചെയ്ത ആ കുഞ്ഞു ചെമ്പ് നാണയത്തെയും ആ വ്യക്തിയുടെ ആ ഒരു നന്മയെയും യേശു അംഗീകരിച്ചു. നിങ്ങളിവിടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും, മഴ നനഞ്ഞ് ഇവിടെ വന്നു, അല്ലെ ദൂരെ വാഹനം, ചെറിയ കാര്യമാണ്, നമ്മളത് ആരും കണ്ടില്ലെന്ന് തോന്നും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെടുത്ത ത്യാഗത്തെ പോലും വിലയുള്ളതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലയുള്ളതിനൊക്കെയും വിലയുള്ള ഒരു അനുഗ്രഹവും കൂടെ വരും. വില കൊടുക്കുന്നിടത്ത് വിലയുള്ള ഒരു അനുഗ്രഹം വരും. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്ന് വചനം ഇന്ന് കേൾക്കാൻ പോവുകയാണ്. നല്ല ആഴമുള്ള അർത്ഥമുള്ള ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ
നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമായിരിക്കണം നാളെ ഈ സ്ഥലത്തെ ഓർക്കാൻ നിങ്ങൾ ഇടവരുന്നത്. നിങ്ങളിവിടെ വരുമ്പോൾ ചിലപ്പോൾ കാണും ഇവിടെ കോടമഞ്ഞുണ്ട്, ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്, മുറ്റത്ത് മുഴുവൻ മിറ്റിലിട്ടിട്ടുണ്ട്, തൊട്ട് താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഇതൊക്കെയാണ് നിങ്ങൾ ഓർക്കുന്നത് ചിലപ്പം. പക്ഷെ നിങ്ങൾ നാളുകളിൽ ഓർക്കാൻ ഇടയാകും, ദൈവമേ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യം ദൈവം എനിക്ക് ഈ സ്ഥലത്ത് വച്ചാണല്ലോ തന്നത്. ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഈ സ്ഥലം നാളുകളിൽ നിങ്ങൾ ഓർക്കാൻ ഇടവരട്ടെ. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരെയുള്ള ആളുകൾ ചിലപ്പോൾ ഓർക്കും. നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ഈ സ്ഥലം ഓർക്കാൻ ഇടവരട്ടെ. നിങ്ങൾ ഒരു പക്ഷേ ഒരാളോട് അല്ലെ 10 പേരോട് പറയും, നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് പ്രാർത്ഥിക്ക്. നിങ്ങൾ പറഞ്ഞിട്ട് ആരും ഇവിടെ വന്നില്ലേലും, നിങ്ങൾക്ക് ആരെയും കൂട്ടിക്കൊണ്ട് ഈ ആലയത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേലും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അനുഗ്രഹം ലഭിച്ചത് നിങ്ങൾ കാണുമ്പോൾ, അല്ല നിങ്ങൾക്ക് ലഭിച്ചത് വേറെ കുറച്ച് പേര് കാണുമ്പോൾ, നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തെ കണ്ടിട്ട്, സൗഖ്യത്തെ കണ്ടിട്ട്, നന്മയെ മനസ്സിലാക്കിയിട്ട് 10 പേര് ഇവിടെ വരാനിടയാകും. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പറഞ്ഞാൽ ആരും വരത്തില്ല. മഴയല്ലേ, മഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കും, ദൂരമല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം കാണുമ്പോൾ അതിലൂടെ അനേകർ ഇവിടെയുള്ള ദൈവ സാന്നിധ്യത്തിൽ വരാൻ ഇടയാകും. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകതയായി മാറുന്നത്. എന്താ പ്രത്യേകത? ഒരാൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം ഒന്നും വേണ്ട, ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതവും നടക്കണ്ട, ഞങ്ങൾക്ക് ഒറ്റ കാര്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, ഞങ്ങളുടെ കരം പിടിച്ചു നടത്തുന്നൊരു ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ എന്നും അനുഭവിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേറൊന്നും നടന്നു കിട്ടാൻ വേണ്ടി ഒന്നും അല്ല ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നത്, കൂടെ നിൽക്കുന്ന, കരം പിടിച്ചു നടക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഒരു വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു നല്ല തിരിച്ചറിവ് നിങ്ങളോട് പറയുകയാണ്. അത് വായിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണത് പറയുന്നത്: ദൈവം എന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയാൽ എത്ര ബലമുള്ളവനാണെന്ന് പറഞ്ഞാലും എന്നെ ഉപദ്രവിക്കുക സാധ്യമല്ല. നിങ്ങളോട് ഞാനത് പറയാം, എന്നിട്ട് ഞാനത് ക്ലിയർ ചെയ്തു തരും. ഞാൻ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചെന്നായ്ക്കളെ പോലെ ആളുകൾ വലിച്ചു കീറാൻ ഓടി വന്നാലും നിന്നെ കാണുകയുമില്ല, തൊടുകയുമില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം നീ ദൈവീക സംരക്ഷണത്തിൻ്റെ ഒരു പുതപ്പിനകത്താ ദൈവം നിർത്തിയിരിക്കുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. മൈക്കെടുത്തുകൊണ്ട് പറയുകയുമല്ല. ഇത് ഞാൻ ബൈബിളിലൂടെ ശ്രദ്ധിച്ച് നിങ്ങളോട് പറയാം. ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ വളരാൻ തുടങ്ങും. ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതം മുരടിച്ച അവസ്ഥയിൽ നിന്ന് മാറും, ജീവിതം മാറാൻ തുടങ്ങും. ഞാനത് നിങ്ങൾ വായിച്ചു കേൾക്കാം. നൂനിൻ്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ. എന്താന്ന് മനസ്സിലായോ? അതായത് നൂനിൻ്റെ മകനായ ജോഷുവ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോയി ആ നാടൊന്ന് ശരിക്കും ഒന്ന് പഠിച്ചേച്ചു വരിക എന്നും പറഞ്ഞ് രഹസ്യത്തിൽ ആ നാട്ടിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ ഇവർ താമസിച്ചത് ഒരു വേശ്യയായ ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. ആ നാട്ടിലെ അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലാത്ത, കൊള്ളാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യോ ആളുടെ വീട്ടിലൊന്നും പോയേക്കല്ലേ, അവരോട് മിണ്ടല്ലേ, അവർ മോശമാണ്, അവർ കൊള്ളത്തില്ലാത്ത ആളാണ്, നിങ്ങളുടെ അനുഗ്രഹമൊക്കെ പോകും, നിങ്ങൾ അങ്ങനെയുള്ളവരോടൊന്നും സംസാരിക്കരുത്, ബന്ധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളങ്ങനെയല്ലേ പറയുന്നത്, അയ്യോ അവരോടൊന്നും മിണ്ടല്ലേ, അയ്യോ അവരെ ഒന്നും അടുപ്പിക്കല്ലേ. ഈ 2 പേര് പോയി താമസിച്ചത് പള്ളിക്കകത്തല്ല,
ഈ രണ്ടുപേര് പോയി താമസിച്ചത് നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കല്ല, ആ നാട്ടിലെ പ്രശസ്തയായ ഒരു വേശ്യയുടെ വീട്ടിൽ. പേരടക്കം എഴുതിയിട്ടുണ്ട്. അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു. ആ പെണ്ണിന്റെ വീട്ടിൽ താമസിച്ചു. ആരുടെ വീട്ടിൽ? കൊള്ളാത്ത സ്വഭാവമുള്ള, നാട്ടിലൊന്നും വലിയ പേരോ അംഗീകാരമോ ഒന്നും കിട്ടത്തില്ല. ആൾക്കാരൊക്കെ ആ വ്യക്തി അതിലെ പോകുമ്പോൾ എല്ലാവരും പെറുപിറുക്കും. അങ്ങനത്തെ ഒരാളാണ് പോണത്, കൊള്ളാത്ത ആളാ. 2 പേര് പോയി താമസിക്കാൻ തിരഞ്ഞെടുത്ത വീട് ഒന്നും കൊള്ളാത്തൊരു വീട്ടിലാണ്. ദൈവനിയോഗം കിട്ടി 2 പേര് അവിടെ പോയി. അങ്ങനെ വീട്ടിൽ താമസിക്കുമ്പോൾ ജെറീക്കോയിലെ രാജാവിന് മനസ്സിലായി 2 പേര് വന്ന് ഇന്നയാളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവരെ ആക്രമിക്കാൻ വേണ്ടി ചെന്നായ്ക്കളെ പോലെ ആളെ വിട്ടു. ഇനി കണ്ടോണോ, അതിനകത്തൊരു അത്ഭുതം കണ്ടോണോ? നാടൊറ്റു നോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീക്കോ രാജാവിന് അറിവ് കിട്ടി. രാജാവ്, പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, അത്രയും പദവിയിലുള്ള ആൾക്ക് വിവരം കിട്ടി. രഹസ്യ നിരീക്ഷണത്തിന് 2 പേര് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു പെണ്ണുങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് എങ്ങനെയോ ഒരറിവ് കിട്ടി. ഇനി 2 പേരെയും കൊല്ലാൻ പദ്ധതിയിട്ടു. എന്നിട്ട് 3-ാമത്തെ വാക്യം, അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു. 2 പേരെ രാജാവ് വിട്ടു ഈ വേശ്യയായ സ്ത്രീയുടെ വീട്ടിലേക്ക്. റാഹാബിന്റെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക. ഇങ്ങ് വിട്ടുതരാൻ പറഞ്ഞു. ഇവിടെ വച്ചങ്ങൾ തീർക്കും അവരെ. ഒരു നാട് നശിപ്പിക്കാൻ വന്ന 2 പേരിനകത്ത് ഇരിപ്പുണ്ട്. വിട്ടുതരാൻ പറഞ്ഞു. അവർ ദേശം ഒറ്റുനോക്കാൻ വന്നവരാണ്. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് ഒരു തുണി കൊണ്ട് മൂടി. ആ വന്നവർ കാണാതിരിക്കാൻ ഈ മോശ സ്ത്രീ ആണേലും ഈ വ്യക്തി അവരെ, ഞാൻ വായിക്കാം, അത് വായിക്കുന്നതിന് മുമ്പ് അവരെ ഒരു ചണത്തുണി എടുത്തുകൊണ്ട് വന്ന് ഈ 2 പേരെയും മൂടി വെച്ച്. നിങ്ങൾ ഓർക്കണം, വേലി കെട്ടുമല്ല ചെയ്തേ, തോക്ക് പിടിച്ച 2 പേരെ നിർത്തുമല്ല, ഒരു തുണി കൊണ്ട് മൂടിയിട്ടവരെ. എന്നിട്ട് പറഞ്ഞു, അവർ പോയി, അവർ പെര മുഴുവൻ തപ്പി, പക്ഷെ അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു വേശ്യയായ സ്ത്രീ ഒരു തുണിയിട്ട് 2 പേര് ആ തുണിക്കകത്ത് ഒളിച്ചിരിക്കുക. അവരെ പോലും തൊടാൻ ചീറ്റപ്പുലി പോലെ രാജാവ് അയച്ചവർക്ക് തൊടാൻ പോലും ഒത്തില്ല. ഞാൻ പറയുന്നത് ചണത്തുണിയുടെ വിശേഷമല്ല. ഞാനും നിങ്ങളും ദൈവം ഇന്ന് സംരക്ഷിക്കുന്നത് ഒരു ചണത്തുണിക്കകത്തിരുത്തിയല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിനകത്തിരുത്തിയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കണം. ആ സ്ത്രീ ആ വീടിനകത്തുള്ളൊരു ചണത്തുണി എടുത്തുകൊണ്ട് വന്ന് വീട്ടിലുള്ള 2 പേരെ മൂടിയിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, അതാണ് അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം, രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി. ആ സ്ത്രീ പറഞ്ഞു, 2 പുരുഷന്മാർ വീട്ടിലുണ്ട്, അവരെ തുണിയിട്ട് മൂടിയിട്ടിരിക്കുക. രാജാവ് വിട്ട ആൾക്കാർ വന്ന് അവിടെ നിൽക്കുകയാണ്. ആ സ്ത്രീ പറഞ്ഞു, 2 പേരും പുറത്തോട്ട് പോയി, എങ്ങോട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ ഓർക്കണം, ആ നാട്ടിലെ ഏറ്റവും മോശമായ സ്ത്രീയാണ് ഈ വ്യക്തി, ഏറ്റവും മോശമായ ആളാ. പക്ഷെ ആ വ്യക്തിയെ പോലും തള്ളിക്കളയാത്തൊരു ദൈവത്തെ നിങ്ങൾ കാണണം അതിനകത്ത്. ആ വ്യക്തിയെ നമ്മൾ വീട്ടിൽ കയറ്റൂല, അങ്ങനെയുള്ള ആൾക്കാരെ. അങ്ങനെയുള്ള നമ്മൾ പള്ളിയിൽ കയറ്റൂല, അങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ പ്രാർത്ഥന വെക്കത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇപ്പുറത്തൂടെ പോവും, മിണ്ടണ്ട, നിങ്ങളെക്കുറിച്ച് ആൾക്കാർ മോശം പറയുമെന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം ആ വ്യക്തിയെ പോലും ഉപേക്ഷിച്ചിട്ടില്ല. ഈ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും. ആ നാട്ടിലെ ഏറ്റവും മോശമായ ഒരാളാണെന്ന് പറഞ്ഞിട്ടും ദൈവം ആ വ്യക്തിയെ മോശമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല. ഞാനും നിങ്ങളും ചിലപ്പോൾ ആരുടെയൊക്കെയോ കാഴ്ചപ്പാടിൽ മോശമായിരിക്കും, പക്ഷെ ദൈവം നിന്നെ ഒരിക്കലും മാറ്റി നിർത്തത്തില്ല. ഒന്നിൻ്റെ പേരിലും മനുഷ്യൻ മാറ്റി നിർത്തും, കുടുംബക്കാർ മാറ്റി നിർത്തും, കൂടെ പഠിച്ചവർ മാറ്റി നിർത്തും, പെങ്ങന്മാർ മാറ്റി നിർത്തും, ആങ്ങളമാർ മാറ്റി നിർത്തും, അപ്പനും അമ്മയും പോലും മാറ്റി നിർത്തും. പക്ഷേ നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ദൈവം ഒന്നിൻ്റെ പേരിലും നിന്നെ മാറ്റി നിർത്തത്തില്ല.
ഒന്നിന്റെ പേരിലും. നോക്കൂ, എനിക്കത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്തിനാ ഞാൻ വായിക്കുന്നത്? ഈ സ്ത്രീ രണ്ടുപേരെ ചണത്തുണിയിട്ട് മൂടി വച്ചിരിക്കുകയാണ്. അടുത്ത വാര്യം വായിക്കും, പിടികിട്ടും. 6-ാമത്തെ വാക്യം, വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം. ഈ സ്ത്രീ അവരോട് പറയാണ്, ഈ വാതിലിൽ കൂടെ ഇറങ്ങി രണ്ടുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട്, എങ്ങോട്ടാ പോയതെന്നും എന്നോട് പറഞ്ഞിട്ടില്ല, വേഗം പോവാണെ പിടികൂടാന്ന് പറഞ്ഞു. അടുത്തത്, അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. പെരയുടെ ഒരു സൈഡിൽ മുകളിൽ ചണത്തുണി ഉണ്ടായിരുന്നു, അതിനകത്താണ് ഈ പുള്ളിക്കാരത്തി ഈ രണ്ടുപേരെയും ഒളിപ്പിച്ചു വച്ചത്. മതിലിനകത്തല്ല, ചണത്തുണിക്കകത്ത്. അടുത്ത വാക്യം, അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവ് വരെ അവരെ തിരഞ്ഞു. എല്ലാ സ്ഥലത്തും അരിച്ചു പെറുകി, പക്ഷെ കണ്ടുപിടിച്ചില്ല. ഈ ചണത്തുണിക്കകത്തിരിക്കുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ ഈ വലിയ പ്രഗത്ഭന്മാർക്ക് പറ്റിയില്ല. ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നതും ഇന്ന് മുന്നോട്ട് പോകുന്നതും ചണത്തുണിയുടെ ബലത്തിലല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ വാക്കിനകത്താണ്. ശത്രു എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും ദൈവത്തിനറിയാം നിന്നെ ഏറ്റവും നന്നായി സംരക്ഷിക്കാൻ. അയ്യോ കടവാണ്, പ്രശ്നമാണ്, രോഗമാണ്, അവർ ഞങ്ങളെ നാളെ തല്ലൂന്നാ പറഞ്ഞ് അവർ കൊല്ലാൻ മടിക്കാത്ത ആൾക്കാരാണ്. ദൈവത്തിനറിയാം നിന്റെയും നിന്നെ കുഞ്ഞുങ്ങളെയും വീടിനെയും സൂക്ഷിക്കാൻ. ചണത്തുണിക്കകത്ത് ഒളിച്ചിരിക്കുന്നവരല്ല, ദൈവവചനമാകുന്ന പുതപ്പിനകത്തുള്ളവരാ നിങ്ങൾ. അതുകൊണ്ടാണ് ചിലർ ഈ വചനം കേട്ടിട്ട് പറയുന്നത്, ദൈവം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അനുഭവമുണ്ട് ഞങ്ങൾക്ക്, ദിവസവും ഞങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്നു. ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അവർ അരിച്ചു പെറുക്കിന്ന് മൊത്തത്തിൽ തെരഞ്ഞു, തൊടാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയുമോ, ദൈവത്തിൽ നിൽക്കുന്നവനെ വലിച്ചു കീറാൻ ചെന്നായ്ക്കളെ പോലെ മനുഷ്യർ വരും. കൂടെ നിൽക്കുന്ന ഒരു നാളെ വലിയ പല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ വരും, വലിയ വർത്താനമൊക്കെ ആയിട്ട് വരും, തൊടത്തില്ല. കാരണം നിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന സംരക്ഷണത്തിന്റെ പുതപ്പിനകത്താണ്. അയ്യോ, ഈ മണ്ണിടിഞ്ഞു വരുമോ? ഈ മണ്ണിടിഞ്ഞു വന്ന എൻ്റെ റൂമിനകത്ത് മണ്ണ് കയറി ഞങ്ങളെല്ലാം മരിച്ചു പോവില്ലേ? ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ പുതപ്പിനകത്ത് നിൽക്കുന്നവന്റെ ഒരു മണ്ണും ഇടിഞ്ഞു വരത്തില്ല. ഇവര് ഇരിക്കുന്നത് പുതപ്പിനകത്താണ്. പിടിച്ചായിരുന്ന അവരുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല. രാജാവ് ഓർഡർ ഇട്ടിരിക്കുന്ന അവർ രാജ്യത്തെ തകർക്കാൻ വന്നവരാന്നാ പറഞ്ഞത്. കൊന്നുകളഞ്ഞേനെയും തൊടാൻ പോലും പറ്റിയില്ല. എനിക്ക് ഈ വാക്യം ഒത്തിരി ഇഷ്ടമാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ട ദൈവസ്വരം ഇതാണ്: ഈ രണ്ടു മനുഷ്യരെ കരുതിയ ദൈവമാണ് ഇന്നെന്നെയും കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, വിഷയം എത്ര വലുതോ ശക്തമോ എന്തുവാകട്ടെ, എന്നെ കരുതുന്നവൻ അതിനേക്കാൾ ശക്തനാണ്. എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏതു നാട്ടിലിരുന്നായിരിക്കോട്ടെ ഇത് കേൾക്കുന്നത്, ഏത് പഞ്ചായത്തിലിരുന്നോ നാട്ടിലിരുന്നോ കേൾക്കുവാണോ, ദൈവത്തിനറിയാം നിന്നെ കേടുപാട് കൂടാതെ സൂക്ഷിക്കാൻ. ഈ ബോധ്യത്തിൽ ഒരാൾ വളരുന്നതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, ആത്മീയ ജീവിതം. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു തണുപ്പ് തോന്നി, ഒരു വിറ തോന്നി, ഭയങ്കര സംഭവം, അതല്ല. അതൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ. ദൈവം എന്നെ സൂക്ഷിക്കുന്ന അനുഭവത്തിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. ഇതാ ഒരാളുടെ വളർച്ച ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ ഈ വാക്ക് ഇത്രേ പറയുന്നുള്ളൂ. എനിക്കിത് കുറേ പ്രാവശ്യം ഞാനിത് ചിന്തിച്ചു കേട്ടോ. എന്നാൽ വല്ല കൊള്ളാവുന്നൊരു വ്യക്തിയാണോ? അതുമല്ല. വല്ല പ്രാർത്ഥനക്കാരനാണോ? അതുമല്ല. ഒരു പേരുമില്ലാത്ത ആ നാട്ടിലെ ഏറ്റവും മോശ സ്ത്രീ ഒരു ചണത്തുണി കൊണ്ടൊന്ന് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞ് അവിടെ മൂടിയിട്ടു. അരിച്ചു പിറക്കിയിട്ടും തൊടാൻ പറ്റിയില്ല. ആ രണ്ടു പേരെ, ഒരു ശത്രുവിനും നിങ്ങളെ തൊടാൻ പറ്റില്ല. ഒന്നിനും നിങ്ങളെ വലിച്ചു കീറാൻ പറ്റില്ല. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവൻ, അവനെ തകർക്കാൻ വരുന്നവർ കാലിടറി വീഴുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിലേ ബാക്കി പറയാവുള്ളൂ.
ഇപ്പോൾ നിന്നെ കാണിച്ചു തരും, നിന്നെ തീർത്തു തരും, നിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാന്ന് നിന്നെ അറിയിച്ചു തരാം. നീ നശിച്ചില്ലെങ്കിൽ എന്നോട് ചോദിച്ചോ. ഈ വെല്ലുവായിൽ വർത്താനം പറയുന്നവൻ്റെ കാലുകൾ ഇടറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കഴിവ് കൊണ്ടല്ല കണ്ടത്, പിന്നെയോ ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവൻ്റെ മുമ്പിൽ മറ്റെല്ലാം ഇടറിപ്പോകും. കാരണം അവൻ അങ്ങനെ ഒരു സ്ഥലത്ത് കയറിയാണ് നിൽക്കുന്നത്. നിനക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ പതുക്കെ എഴുന്നേറ്റ് വന്നാലും പേടിക്കൊന്നും വേണ്ട. ഇനി ആരെല്ലാം കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കി പൊളിറ്റിക്സ് ഉണ്ടാക്കി കൂട്ടമായി ഇളകി വന്നാലും നീ പേടിക്കൊന്നും വേണ്ട, തൊടത്തില്ല. അവരവിടെ വന്ന് നിൽക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വിഷമങ്ങൾ ഉണ്ടാക്കും. നീ തകർന്നു പോകാൻ തലയ്ക്ക് മുകളിൽ നിന്നെ കാണുന്ന ദൈവം സമ്മതിക്കത്തില്ല. ഇത് കുറേയെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ. ഇതൊന്നും ആരും പഠിപ്പിച്ചതൊന്നും അല്ല കേട്ടോ. ഇതൊന്നും ആരും പഠിപ്പിച്ച് ക്ലാസ് എടുത്ത് അപ്പുറത്തെ സ്കൂളിൽ പോയി പഠിച്ചതല്ല. ജീവിതം കൊണ്ട് പഠിച്ചതാണ്. ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരുത്തനെ കരയിപ്പിച്ചിട്ട് അവന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല, അവനൊന്നും നേടൂല. ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവനെ പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നുള്ളവൻ പല പാഠങ്ങളും പഠിച്ചു, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ജീവിതം കൊണ്ട് പഠിച്ചു, സാമ്പത്തികം കൊണ്ട് പഠിച്ചു, എല്ലാം പഠിച്ചു, ഇഷ്ടം പോലെ പഠിച്ചു. ദൈവത്തിലും ദൈവവചനത്തിലും നിൽക്കുന്നവനെ തോൽപ്പിക്കാൻ വാളെടുത്തവൻ്റെ കാലിടറിപ്പോയി, അവൻ നിലംപരിശായിപ്പോയി. ദൈവത്തിൽ നിൽക്കുന്നവനെ ദൈവം പൊന്നുപോലെ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ ഈ ജെറീക്കോ രാജാവേ 2 പേരെ വിട്ടത് ആ 2 പേരെയും കടിച്ച് കീറാനാ, ഇല്ലാതാക്കാനാ, വീട്ടിൽ വളർത്താനൊന്നുമല്ല വിളിച്ചുകൊണ്ട് വന്നത്, അവരെ തീർക്കാനാ. പക്ഷേ ചണത്തുണികൾക്കിടയിൽ റാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ച് വച്ചിരുന്ന 2 പേരെ അവരരിച്ചു പെറുക്കിയിട്ടും കണ്ടില്ല. ദൈവം നിന്നെ സൂക്ഷിക്കാൻ തുടങ്ങിയ ഒരു പ്രത്യേകതയുണ്ട്. ശത്രുവിന് നിന്നെ കാണാൻ പറ്റത്തില്ല, നിന്നെ അരിച്ചു പെറുക്കും. പക്ഷെ അവരെത്ര നോക്കിയിട്ട് നിന്നെ ആ പിടുത്തം കിട്ടത്തില്ല, നിന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അവരുടെ കണ്ണിൽ നീ പെടില്ല. കാരണം ദൈവം നിന്നെ സൂക്ഷിക്കുന്ന ഒരു വലയത്തിനകത്താ നടക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നത്. എത്ര പേരങ്ങനെ ഉണ്ട്, എത്ര പേരങ്ങനെ ജീവിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ ആ സൂക്ഷ്യത്തിനകത്താണെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ആ ഒരു പെട്ടകത്തിനകത്തെന്ന് പറഞ്ഞ പോലെ അതുപോലെ ആകണം കേട്ടോ, അതുപോലെ ആകണം. നിങ്ങളൊന്നും കൂടി ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, പ്രസംഗമല്ല, മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം. ആ റാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ 2 പേരിയ്ക്കുന്നു. അവരെ പിടിക്കാൻ, അവരെ കൊല്ലാനും കടിച്ചു കീറാനും ശത്രുക്കൾ വരുന്നു. ആ സ്ത്രീ കുറച്ച് ചണത്തുണി കൊണ്ടുപോയി അവരുടെ മേത്തിട്ടിട്ട് പറഞ്ഞു, ഇവിടെ അനങ്ങാതിരുന്നു. അവരരിച്ചു പെറുക്കിയിട്ടും ഈ തുണിക്കകത്തിരിക്കുന്ന ആൾക്കാരെ അവരെ നാട് മുഴുവൻ അരിച്ചു പെറുക്കി, തൊടാൻ പറ്റിയില്ല. ഒരു തുണിക്ക് ഇത്രയും സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഒരു കൊള്ളാത്തൊരു വ്യക്തി ഒരു തുണി ഇട്ടിട്ട് അവർ മറച്ചു. ദൈവത്തിലും ദൈവവചനത്തിലും ഇരിക്കുന്നവനെ ദൈവം മറയ്ക്കുന്നതും സൂക്ഷിക്കുന്നതും നമ്മുടെ ചിന്തയ്ക്കതീതമായ വിധത്തിലും രീതിയിലുമാണ്. നാണം കെട്ട് പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. തല കുനിഞ്ഞു പോകാൻ ദൈവത്തിൽ നിൽക്കുന്നവനെ ദൈവം അനുവദിക്കുകയില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണുകളെ ഒന്ന് അടച്ച് ഇത് പറയുമ്പോൾ എനിക്കറിയാം ഇതാരുടെയൊക്കെയോ ജീവിതത്തിനകത്തൊരു സംരക്ഷണമായി വന്നെന്ന്. നമ്മളൊക്കെ സാധാരണക്കാരാ. പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ എൻ്റെ കാര്യം, അയ്യോ എൻ്റെ പ്രശ്നം. പ്രാർത്ഥിച്ചൊരു കാര്യം ദൈവത്തിൻ്റെ സംരക്ഷണയ്ക്കകത്ത് കയറിയാൽ ദൈവത്തിന് അത് അറിയാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദൈവം ഇന്ന് പകുതിയായിട്ടല്ല നിന്നെ സഹായിക്കാൻ പോകുന്നത്, മുഴുവനായിട്ടാണ്, പൂർണ്ണമായിട്ടാണ്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എവിടെയൊക്കെയോ ഇന്ന് ദൈവത്തിൻ്റെ കരം ഒന്ന് കാണണ്ടേ, ദൈവം സൂക്ഷിക്കുന്നതൊന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പോകാൻ. ഇത്രയും ദൂരെ നിന്ന് വണ്ടിയും കയറി മഴയും നനഞ്ഞ് എറിച്ചിൽ പഠിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞതാ മഴയാ, മഞ്ഞാ, മരം വീഴും. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കേട് ദൈവത്തിനറിയാം. ഏത് മഴക്കാലത്തും ഏത് വേനൽക്കാലത്തും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രളയത്തിലും ഏത് പകർച്ചവ്യാധിയുടെ നടുവിലും
എന്നെയും നിങ്ങളെയും സംരക്ഷിക്കാൻ, സൂക്ഷിക്കാൻ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഇന്ന് ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്കൊന്ന് അനുഭവിക്കാൻ കഴിയട്ടെ. ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഇടുന്ന ചണത്തുണികൾ കൊണ്ടല്ല, ഈ കേൾക്കുന്ന വചനം കൊണ്ടാണ്, ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ടാണ്. കടിച്ചു കീറാൻ വരുന്ന ശത്രുക്കൾ വന്നാലും അവർ ഇടറിപ്പോകും, ചെതറിപ്പോകും, തകർന്നു പോകും. കാരണം ദൈവം എൻ്റെ കോട്ടയാണ്, എൻ്റെ സങ്കേതമാണ്. അങ്ങനെ ഒരു പാട്ടുണ്ട്, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും. നമ്മൾ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം എൻ്റെ കോട്ടയാണെന്ന് സങ്കീർത്തകൻ പറയും. ദൈവം എൻ്റെ കോട്ടയാണെന്ന്. ആ സംരക്ഷണ ഭിത്തിക്കകത്താ ഞാനും എൻ്റെ കുടുംബവും ഉള്ളത്, ഈ ശുശ്രൂഷാലയം ഉള്ളത്. ഇത് കാടിന്റെ അകത്തല്ല, ദൈവത്തിന്റെ സുരക്ഷിതമായൊരു കോട്ടയ്ക്കുള്ളിലാണ്, ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ അകത്താണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനം, നിങ്ങൾ കേൾക്കുന്നുവോ ഒരു ദൈവസ്വരം, നിങ്ങൾ ദൈവത്തിന്റെ കരം അനുഭവിക്കും. നിങ്ങളുടെ മേരെ ഉയർന്നിരിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾ കാണാൻ കഴിയട്ടെ. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 ചെറുപ്പക്കാരെ തീച്ചൂളയിലിട്ടപ്പോൾ രാജാവ് കണ്ടു 4മതൊരുവൻ ആ കുഴിയിലിറങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി നിൽക്കുന്നത് വിശ്വാസത്തിൽ ഞാൻ കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ ഉണ്ടാകാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങി നിൽക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നു. ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ കരുതൽ ജീവിതത്തിന് ചുറ്റും ഒരു വേലിക്കെട്ട് പോലെ നിൽക്കുന്നത് കാണാമോ? ഞങ്ങളത് കാണുന്നു. അതായത് ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീ, മോശമായ ഒരു സ്ത്രീ പോലും ഒരു ചണത്തുണി അവരുടെ ദേഹത്തേക്ക് ഇട്ടപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ചണത്തുണിയിലോ ഒരു കീറത്തുണിയിലോ ഒന്നുമല്ല. ഇന്നും ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസമില്ലാത്ത സർവശക്തനായ ദൈവത്തിന്റെ വചനമായി നിന്റെ മേത്തുള്ളത്, എന്റെ ദേഹത്ത് വന്ന് വീണത്, എന്റെ കുടുംബത്തിൽ വന്ന് വീണത്, എനിക്കൊരു പോറൽ പോലും ഏൽക്കാത്ത വിധം, എത്ര കടിച്ചു കീറാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ പോലും സുരക്ഷിതനായി നിൽക്കാൻ കഴിയത്തക്ക വിധം എന്റെ ദൈവത്തിന് എന്നെ കരുതാൻ അറിയാം, എന്റെ കുടുംബത്തെ ദൈവത്തിന് കരുതാൻ അറിയാം. വിശ്വസിക്കുന്നു. എന്റെ മകളുടെ വിവാഹം അടുത്തു വരികയും അതിനുള്ള സാമ്പത്തികമില്ലല്ലോ, എന്റെ മകൾക്കൊരു ജോലിയില്ലല്ലോ, എന്റെ മകന്റെ വിവാഹം നടന്നിട്ടില്ലല്ലോ. ദൈവത്തിനറിയാം നിന്നെ ഭംഗിയായി നിന്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ, സുരക്ഷിതമായി നയിക്കാൻ. ഏതോ ഒരു മനുഷ്യനിട്ട കീറത്തുണി അല്ല വന്നു ദേഹത്തോട്ട് വീണത്, ദൈവത്തിന്റെ ജീവനുള്ള വചനമാകുഞ്ഞേ ഇന്ന് നിന്റെ ജീവിതത്തിൽ വന്നത്, ഇന്ന് നിന്റെ കുടുംബത്തിൽ വന്നത്, ഇന്ന് നിന്റെ നിയോഗത്തിൽ വന്നത്. ആര് പറഞ്ഞു അത്ഭുതം നടക്കില്ലെന്ന്? ആര് പറഞ്ഞു ദൈവം എന്നെ സൂക്ഷിക്കില്ലെന്ന്? ആര് പറഞ്ഞു ദൈവം എന്നെ ഏറ്റെടുക്കില്ലെന്ന്? ദൈവം നിന്നോട് പറയുന്നു. ഇത്രയൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഇതിനേക്കാൾ വലിയ രീതിയിൽ നിന്നെ സംരക്ഷിക്കാൻ പറ്റും, ഇതിനേക്കാൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവത്തിന് സൂക്ഷിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിന്റെ ദേഹത്തേക്ക് വന്നു വീണത് ചണത്തുണിയല്ല, ഒരു കമ്പിളി പുതപ്പൊന്നുമല്ല ഇന്ന് വീണത്, ജീവനുള്ള ഇന്നും പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ് കുഞ്ഞെ ഇന്ന് വന്നു വീണത്. ഈ വചനമായി ഇന്ന് ജീവിതത്തിൽ വന്നു വീണത്. ഈ കേൾക്കുന്ന നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഇത് കേൾക്കാൻ കേൾക്കുന്നവരുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വന്നു വീണത് ക്ഷണത്തുണിയല്ലോ, ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വചനമാണ്, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാണ്. ദൈവവചനം നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു അനുഗ്രഹത്തിലേക്ക്, ദൈവവചനം ഇന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സുരക്ഷിതത്തിലേക്ക്. കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഇന്ന് കേട്ട വചനം എനിക്ക് കുറെ കൂടി മനസ്സിലാകണം. ഇന്ന് കേട്ട വചനം എന്നോട് സംസാരിച്ചതാണ്. എന്റെ എത്രയോ ഭയമാ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു തേഞ്ഞു പോയത്. ഞാൻ ഒത്തിരി സങ്കടത്തോടെയാ വന്ന് കയറിയത്, ഭയത്തോടെയാ വന്ന് കയറിയത്. അതൊക്കെ മാറിപ്പോയി, സകലതും മാറിപ്പോകത്തക്ക വിധം, മാഞ്ഞു തേഞ്ഞു പോകത്തക്ക വിധം, പിശാചിന്റെ സകല തന്ത്രങ്ങളും മന്ത്രങ്ങളും തോൽക്കത്തക്ക വിധം ദൈവശക്തി വെളിപ്പെടണം. പൈശാചിക ശക്തികൾ പരാജയപ്പെടുന്ന രീതിയിൽ ദൈവശക്തി വെളിപ്പെടണം. രോഗവും രോഗാണുക്കളും
നിർവീര്യമാകത്തക്ക വിധം ദൈവശക്തി വെളിപ്പെടണം. സംഭവിക്കട്ടെ. വിളിച്ച് സ്തുതിക്കുന്നു. ഒന്ന് പാടിയേ. നീ എന്റെ കോട്ട. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നീ എന്റെ സങ്കേതം. നീ എന്റെ സങ്കേതം, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. പാടിയേ. നീ എന്റെ സങ്കേതവും, അർത്ഥമറിഞ്ഞ്, നീ എന്റെ കോട്ടയും. ദൈവം നിന്നെ സൂക്ഷിക്കാൻ തുടങ്ങട്ടെ. നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ ദൈവം, നീ എൻ ദൈവം. അതുകൊണ്ട് പറഞ്ഞ് ആരാധിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമായി അടിയനിതാ. എല്ലാവരും അടിയനിതാ കടിച്ചു കീറുന്ന എന്തൊക്കെയോ വിഷയങ്ങൾ ജീവിതത്തിൻ്റെ നാല് ചുറ്റിലുമുണ്ട്. നമുക്ക് അവരുടെയൊക്കെ വരവ് കാണുമ്പോൾ, മനോഭാവം കാണുമ്പോൾ എന്തോ ഒരു പേടി പോലെ. കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും നീ ഇന്ന് ദൈവത്തിൻ്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ കയറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ സുരക്ഷിത കോട്ടയ്ക്കുള്ളിലാണ് ഞാനും എൻ്റെ കുടുംബവും ഉള്ളത്. ഒരു ദോഷവും വരില്ല, ഒരു തിന്മയും നിന്നെ തൊടില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ കയറില്ല, ഒരു ദോഷവും വരില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ വിശ്വാസത്തിൽ പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാൻ ഒരുപാട് പേർക്കറിയാം. പക്ഷെ വിശ്വാസത്തിൽ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പലർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടും കൈകാര്യം ചെയ്യാൻ പഠിക്കുകയല്ല, ദൈവത്തിലുള്ള ആശ്രയത്വം കൊണ്ടും ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും ജീവിതത്തിന്റെ മുമ്പിൽ നിഴലിച്ചു നിൽക്കുന്ന പ്രയാസങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന സ്ഥലമാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞേ, നീ എന്റെ സങ്കേതവും എന്നെയും എന്റെ കുടുംബത്തെയും ദൈവിക സംരക്ഷണത്തിന്റെ കോട്ടയ്ക്കുള്ളിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. ഒരനർത്ഥവും എന്റെ കൂടാരത്തെ സംഭവിക്കുകയില്ല, ഒരു തിന്മയും വരികയില്ല, എനിക്കൊരു ദോഷവും വരില്ല. നിന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണേക്കാം, എങ്കിലും നിനക്കൊരു ദോഷവും വരില്ല, നിനക്കൊരു കുറവും വരത്തില്ല. ദൈവം നിന്നെ സഹായിക്കും. ദൈവത്തിന്റെ അത്ഭുതം നീ കാണും. നിന്റെ ദേഹത്തേക്ക് ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് വന്നു വീണത് ഒരു പുതപ്പല്ല, ഇന്ന് വന്നു വീണത് ദൈവത്തിന്റെ ജീവനുള്ള ശക്തിയുള്ള വചനമാണ്. ചേർന്ന് പാടാം, എല്ലാവരും സ്വരം ഉയർത്തി പാടാമോ? നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയെന്ന് പറഞ്ഞേ. നീ എന്റെ കോട്ടയും. വിശ്വാസത്തോടെ എല്ലാവരും പാടി. നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ ദൈവം, നീ എൻ ദൈവം. അതുകൊണ്ട് കരങ്ങളൽപ്പം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ, സമർപ്പിച്ച് പാടി. അടിയനിതാ യേശു, അടിയനിതാ യേശു എന്ന് പറഞ്ഞേ. അടിയനിതാ യേശു, അടിയനിതാ അടിയനിതാ അടിയനിതാ.
പരിശുദ്ധാത്മാവേ, ഈ വചനം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചത് യാദൃശ്ചികമല്ല. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരും ചിന്തിക്കരുത്, ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ, അയ്യോ ഞാൻ എങ്ങനെയോ അബദ്ധത്തിൽ വന്ന് പെട്ടതാണ്. അല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാ, ദൈവത്തിന്റെ ഒരു ഹിതം നിന്നിലുള്ളത് കൊണ്ടാ ഇവിടെ വന്നത്, ഇവിടെ പ്രാർത്ഥിച്ചത്, ഇവിടെ ആയിരുന്നു വചനം കേട്ടത്. ആരും അബദ്ധത്തിൽ വന്നതല്ല, ആരും വന്നു പോയി പെട്ടുപോയതുമല്ല. വരണ്ടായിരുന്നു എന്നല്ല നിങ്ങൾക്ക് നാളുകളിൽ തോന്നുക. ദൈവമേ വന്നത് നന്നായല്ലോ, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായല്ലോ എന്ന് ചിന്തിക്കാൻ ഇടവരത്തക്ക വിധം ഒരു അനുഗ്രഹം നിന്നിൽ വരും. അങ്ങനെ ആലോചിക്കാൻ ചിന്തിക്കത്തക്ക വിധം ഒരു നന്മ നീ അനുഭവിക്കും, ഒരു വിടുതൽ നീ അനുഭവിക്കും. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരുവാൻ നിയോഗങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനകൾ മനസ്സിലൊന്ന് കണ്ടേ. എഴുതിയിട്ട പ്രാർത്ഥനകൾ മനസ്സിൽ കാണണം. എഴുതിയിട്ട പ്രാർത്ഥന മനസ്സിൽ കാണണം. എനിക്കൊരു ജോലിയാണ് ആഗ്രഹമെങ്കിൽ ആ ജോലി മനസ്സിൽ കണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദിവാസ്വപ്നമല്ല, ചുമ്മാ എന്തേലും അല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് മനസ്സിൽ കാണുകയാണ്, എന്നിട്ട് ആരാധിക്കാൻ പോവുകയാണ്, നിയോഗത്തിൽ സമർപ്പിക്കുകയാണ്. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. എനിക്ക് സാധിച്ചു തരണമേ. എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. പാസ്പോർട്ട് ഉണ്ട്, മണ്ണെടുത്ത് പിടിച്ചവരുണ്ട്, തിരി ഉയർത്തി പിടിച്ചവരുണ്ട്. പ്രാർത്ഥന മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. 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 എൻ്റെ ഈ പ്രാർത്ഥനയിൽ അങ്ങയുടെ അത്ഭുതം നടക്കണമേ. എൻ്റെ ഈ നിയോഗത്തിൽ യേശുവേ അത്ഭുതം ചെയ്യണമേ. എൻ്റെ കുടുംബത്തിനകത്ത് അത്ഭുതം കാണാൻ ഇടവരണമേ. അടയാളം കാണാൻ ഇടവരണമേ. സൗഖ്യം കാണാൻ ഇടവരണമേ. എനിക്കൊരു അത്ഭുത സാക്ഷ്യം പറയാൻ ഇടവരണമേ. ആമേൻ. ആമേൻ. രണ്ടു കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,